ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ റെസിപ്പി മട്ടൻ കറി. കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്തേക്കുന്നത് 1 കിലോ മട്ടനാണേ. എന്നാൽ നോക്കിയാലോ. ഒരു കുക്കറിലോട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി മട്ടൻ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 തണ്ട് കരിവേപ്പില, ഇഞ്ചി ചതച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ്, മട്ടൻ വേവാൻ ആവശ്യത്തിന് 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. മട്ടനിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നത് കൊണ്ട് അത്രയും മതിയാവും. നല്ലതുപോലെ യോജിപ്പിച്ച് കൊടുത്ത് ചെറിയ തീയിൽ 5-6 വിസിൽ അടുപ്പിച്ചെടുക്കാം. മട്ടൻ വേവുന്ന സമയം കൊണ്ട് മട്ടൻ ആവശ്യമുള്ള മസാല തയ്യാറാക്കി എടുക്കാം. ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. അതിലോട്ട് ചുവന്നുള്ളിയും സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തേക്കുന്നത് 1 കൈപ്പിടി ചുവന്നുള്ളിയും 2 സവാളയും 3 പച്ചമുളകുമാണ്. പച്ചമുളക് ചതച്ചും കൂടെ ചേർക്കുന്നത് കൊണ്ട് അത്രയും ചേർത്താൽ മതിയാവും. അതിലോട്ട് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നവരെ നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. സവാളയും ചുവന്നുള്ളിയും നല്ലതുപോലെ വഴണ്ടതിന് ശേഷം 1 തക്കാളി നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് വഴറ്റാം. തക്കാളി വഴണ്ട് കഴിഞ്ഞാൽ നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മട്ടൻ മസാലയും ചേർത്ത് കൊടുക്കാം. മട്ടൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്താലും മതിയാവും. പൊടികളൊക്കെ നല്ലതുപോലെ മൂത്ത് കഴിഞ്ഞാൽ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം നല്ലതുപോലെ യോജിപ്പിച്ച് കൊടുത്ത് കറി തിളയ്ക്കുമ്പോൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മട്ടൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ മട്ടനിൽ മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ, മസാലയ്ക്ക് ചേർത്തിട്ടില്ല. അതുകൊണ്ട് നല്ലതുപോലെ യോജിപ്പിച്ച് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് വേവിക്കാൻ വയ്ക്കാം. ചാറൊക്കെ നല്ലതുപോലെ വറ്റി മസാലയും ഇറച്ചിയൊക്കെ നല്ലതുപോലെ ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ കറി തയ്യാറായി. നമുക്കിപ്പോൾ ഒരു വറവ് റെഡിയാക്കാം. വറവിൻ്റെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, ചുവന്നുള്ളി, വറ്റൽമുളക്, കരിവേപ്പിലയും ചേർത്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. മൂത്ത് കഴിഞ്ഞാൽ ഇത് കറിയിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുത്താൽ നമ്മുടെ അടിപൊളി മട്ടൻ കറി തയ്യാറായി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ.